ആരംഭിച്ച പ്രതിഷേധം അതിന്റെ പ്രതിഫലനങ്ങൾ സംസ്ഥാനത്തുടനീളം പ്രകടമാകുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോഴിതാ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ആണ് BJPയുടെ പ്രതിഷേധം ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം യുവജന സംഘടനകളുടെ മറ്റു പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വനിതകൾ ഉൾപ്പെടെയുള്ളവരാണ് BJPയുടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. പിണറായി വിജയൻ സർക്കാരിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. മന്ത്രി വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ബിന്ദുവിൻ്റെ മരണത്തിൽ വ്യാപകമായ പ്രതിഷേധം ആണ് ഉണ്ടാകുന്നത്. ആരോഗ്യ കേരളം എന്നത് PR വർക്കിലൂടെ കെട്ടിപ്പടുത്ത ഒന്ന് മാത്രം എന്നുള്ളതാണ് പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളുടെ നിലപാട്. ഇപ്പോഴിതാ വലിയ പ്രതിഷേധം ആണ് മന്ത്രിയുടെ വസതിയിലേക്ക് ഉണ്ടാകുന്നത്. മന്ത്രി വീണ ജോർജിൻ്റെ വസതിക്ക് മുന്നിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പ്രതിഷേധക്കാരെ തടയുന്നു പോലീസ്. ഒപ്പം ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിനുള്ള നീക്കവും നടത്തുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നില്ല എന്നതാണ് ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ഇപ്പോഴും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് BJP പ്രവർത്തകർ മന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. അല്പസമയത്തിനകം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധങ്ങൾക്കും ഇതേ ഇടം തന്നെ വേദിയാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJP വലിയ പ്രതിഷേധം ആണ് ഉയർത്തുന്നത്. ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധം, മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം, പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബാരിക്കേഡ് മറികടക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ പോലീസ് തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. അപ്പോഴും പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ഒരുക്കമല്ല എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധം ആണ് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടക്കുന്നത്. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് തടയുന്നുണ്ട്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കുവാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പോലീസ് തുടർച്ചയായി ജലപീരങ്കിയും പ്രയോഗിക്കുന്നു. പക്ഷേ പ്രതിഷേധക്കാർ അടങ്ങുന്നില്ല. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിട ഭാഗം തകർന്നു വീണ ബിന്ദു എന്ന 52 വയസ്സുകാരി മരണപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം തലസ്ഥാനത്ത് നടക്കുന്നത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് പ്രതിഷേധം. BJPയുടെ നേതൃത്വത്തിൽ ആണ് പ്രതിഷേധം. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം മറ്റ് വിദ്യാർത്ഥി യുവജന സംഘടനകളുടേത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. യുവജന സംഘടനകളാണ് പ്രധാനമായും പ്രതിഷേധം ഏറ്റെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഈ പ്രതിഷേധം ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ BJPയുടെ പ്രതിഷേധം ആണ് നടക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. വനിതകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വനിതാ പ്രവർത്തകരടക്കം പിരിഞ്ഞു പോകുന്നില്ല. ദൃശ്യങ്ങളിൽ കാണാം പോലീസിൻ്റെ ഷീൽഡുകൾ ഉൾപ്പെടെ മറികടക്കുന്നു. ഇതാ ഷീൽഡ് പിടിച്ചു വാങ്ങുന്നു പ്രതിഷേധക്കാരെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ, അങ്ങനെ പ്രതിഷേധം, അതായത് പോലീസിൻ്റെ ഷീൽഡ് അടക്കം പിടിച്ചു വാങ്ങുന്ന തരത്തിലേക്ക് പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറുന്നുവെന്നാണല്ലോ കാണുന്നത്. തീർച്ചയായിട്ടും സമരം കൂടുതൽ അക്രമാസക്തമാവുകയാണ്. പോലീസിന്റെ ഷീൽഡ് പിടിച്ചു വാങ്ങുന്നു. അവരുടെ ലാത്തി പിടിച്ചു വാങ്ങി പോലീസിന് നേരെ തന്നെ എറിയുന്നതും നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ പ്രവർത്തകർ പിന്മാറുകയും അത് ഓഫ് ചെയ്യുമ്പോൾ വീണ്ടും ജലപീരങ്കി പിൻവലിക്കുമ്പോൾ വീണ്ടും ബാരിക്കേഡ് അടുത്തേക്ക് എത്തുകയാണ്. പ്രവർത്തകരുടെ ഒരു സമര രീതി. ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. പോലീസിനെതിരെ അവരുടെ കൊടികളും ഇടയ്ക്ക് വലിച്ച് എറിയുന്നുണ്ട്. ഏതായാലും പ്രവർത്തകർ പിന്തിരിയുന്നില്ല. അതിശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. അതിശക്തമായ പ്രതിരോധം തീർത്ത് പോലീസും നിൽക്കുന്നു. ഇപ്പോൾ ഒരു വശത്ത് മാത്രമാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. റോഡ് രണ്ട് ഭാഗത്തും ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം പ്രവർത്തകർ കേന്ദ്രീകരിക്കുന്നു. പോലീസിന് നേരെ ശക്തമായ മുദ്രാവാക്യം വിളിയും അതുപോലെ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നു. BJPയുടെ യുവ നേതാക്കളും അതുപോലെ തന്നെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഈ സമര രംഗത്തുണ്ട്. കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്, വനിതകളുണ്ട്. ഇപ്പോഴും വീണ്ടും ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിശക്തമായ ബലപ്രയോഗം രണ്ട് ഭാഗത്തും ബാരിക്കേഡ് മറികടക്കാതിരിക്കാൻ, ബാരിക്കേഡ് മറിച്ചിടാതിരിക്കാൻ പോലീസ് ബലം പ്രയോഗിക്കുമ്പോൾ തിരികെ പ്രവർത്തകർ പരമാവധി ശക്തിയെടുത്ത് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നതിനിടയിൽ കൊടി കെട്ടിയ കമ്പുകളും വടികളുമൊക്കെ പോലീസ് നേരെ വലിച്ചെറിയുന്നുമുണ്ട്. പോലീസിന്റെ ഷീൽഡ് തന്നെ പിടിച്ചു വാങ്ങി തിരിച്ചടിക്കുന്ന ഇവിടെ കാണാനാകുന്നുണ്ട്. ഏതായാലും
പ്രവർത്തകർ പിന്തിരിയുന്നില്ല, പിന്മാറുന്നില്ല. അതിശക്തമായ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. പോലീസും ഒരു കാരണവശാലും, കാരണം ഈ ബാരിക്കേഡ് മറികടന്നാൽ അതിന് തൊട്ടടുത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ്, അവിടേക്ക് പ്രവർത്തകർ എത്തി അതിന് സുരക്ഷാ വീഴ്ച അത് വ്യാഖ്യാനിക്കപ്പെടും. നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ രാജ്ഭവനിന് സമീപത്തേക്ക് വരെ പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും പ്രവർത്തകർ എത്താൻ ശ്രമിച്ചിരുന്നു. അത് സുരക്ഷാ വീഴ്ചയെന്ന മുന്നറിയിപ്പ്